ഗൈസ് ഞങ്ങളങ്ങനെ തറാവിക്ക് പോവാണ്. മിസ്റ്റർ അബ്ദുറഹ്മാൻ ആൻഡ് മീ. അബ്ദുറഹ്മാൻ്റെ തറവാടായ സ്വന്തം കടൻ്റെ പേര് സമാവർ. അതിലേക്ക് ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ. ആ ചേച്ചി നമ്മളെ ചിരിക്കുന്നുണ്ട്. ഞങ്ങൾ പോകാൻ പോകുന്നത് ഈ പള്ളിയിലേക്കാണ്. അതിൻ്റെ മുന്നേ ഞങ്ങൾ ആദ്യം ചായ കുടിക്കണം. ഇവിടെ വന്നിട്ട് ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഞങ്ങൾ എന്നിട്ട് നേരെ ഞങ്ങൾ നിസ്കരിക്കാൻ പോകുന്നതാണ് സുഹൃത്തുക്കളെ. അപ്പോൾ കൈസ് ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് കയറാണ്. ഇവിടെ ഇപ്പോൾ ഇശാ നിസ്കാരം തീരാനായി. ഇന്നിപ്പോൾ ആദ്യത്തെ ദിവസമായതുകൊണ്ട് നല്ല തിരക്കുണ്ട്. പിന്നെ ഇവിടെ ഇതാ എൻഡിലൊക്കെ വന്ന് നിൽക്കൽ തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ. കുറേ ആൾക്കാർ പോകുന്നുണ്ട്, കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഞങ്ങൾ നല്ല നൈസായിട്ട് കയറി. പിന്നെ ഞാൻ എൻ്റെ പെട്ടെന്ന് ഇശാ നിസ്കാരം അങ്ങോട്ട് തീർത്തു. പിന്നെ ഇപ്പോൾ നേരെ ഇതാ പള്ളിയിലെത്തി. ഇതാ തറാവി തുടങ്ങുകയാണ്. അങ്ങനെ ഗൈസ് തറാവിയൊക്കെ കഴിഞ്ഞു. ഇതാ ഇനി നേരെ പുറത്തേക്ക് ഇറങ്ങാട്ടോ. അതിന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിങ്ങനെ പോട്ടെ. തറാവി കഴിഞ്ഞപ്പോഴാണ് അദ്ദുൻ്റെ ഫ്രണ്ട്സിനെ കണ്ടത്. അദ്ദുൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലോ തള്ളെന്നെല്ലാം പറഞ്ഞിട്ടില്ല. ഭൂലോകത്തുമാര് തള്ളുണ്ടാവില്ല. ഊഫ്. ഒരു കാര്യം പറഞ്ഞാ ഇവിടുന്ന് ഫുജേറയില് ഇതും ഗൈസ് അപ്പോൾ ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേങ്ങാൻ മറന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അത് പോയിക്കാണ്ട് മേടിച്ചണം. അത് ഇവിടെ വില കുറവിൽ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. നമ്മളിപ്പോൾ പോണത് അങ്ങോട്ടാണ്. അവിടെ പോയിട്ട് എന്തൊക്കെ കിട്ടുമോ അതൊക്കെ മേടിക്കുക. സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ ശമ്പളം വന്ന സമയത്തേ ഇതൊക്കെ മേടിച്ചാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മേടിച്ചാൽ പൈസയേ ഉണ്ടാവില്ല. ഗൈസ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് നേരെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ താഴെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അബ്ദുവിന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തൊക്കെയോ മേടിക്കാണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ ഇറങ്ങി. ഫുഡ് കഴിക്കാനുള്ള പ്ലാനുകളൊന്നും ഇല്ലായിരുന്നു. റൂമിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചത്. ഞങ്ങൾ എന്നിട്ട് നേരെ എത്തിപ്പെട്ടത് ഇതാ ഫ്രഷ് പാലസിലാണ്. കഞ്ഞിക്കട എന്ന് പറയും. അബുദാബിയിലെ എനിക്ക് തോന്നുന്നു അബുദാബി സിറ്റിയിലുള്ള അധികം ആൾക്കാർക്കും അറിയായിരിക്കും ഈ കട. അപ്പോൾ ഞങ്ങൾ സാധാരണ ഇവിടെ തന്നെയാണ് ഫുഡ് കഴിക്കാൻ വരല്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലും, കാരണം റമദാൻ സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്പെഷ്യൽ കിട്ടില്ല ഈ കടയിൽ നിന്നാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഐറ്റംസ് തട്ടിക്കയറ്റാന്ന് കരുതി. ആദ്യം തന്നെ നമ്മളോട് ഇരുന്നിട്ട് സൂപ്പ് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നു. സൂപ്പ് എന്നത്തെ പോലെയല്ല, ഇന്നത്തെ സൂപ്പ് ഒരു രസമില്ലായിരുന്നു. സാധാരണ ഞങ്ങൾ അവിടുത്തെ സൂപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ കുടിക്കാറുണ്ട്. കാരണം നല്ല പീസ് ഇട്ടലുണ്ട്. എന്ത് പറ്റിയെന്നാവോ, സൂപ്പിൽ പീസും ഇല്ല, സൂപ്പിൽ ഉപ്പും ഇല്ല. നോമ്പായിട്ടാണാവോ. ഗൈസ് ഞങ്ങളൊരു സീബ്രീമാണ് പറഞ്ഞത്, ഫിഷ് ഗ്രില്ല്. അപ്പോൾ ഞങ്ങൾ അതും കുബൂസും പിന്നെ അതിലേക്ക് കുറച്ച് സാമഗ്രികളൊക്കെ ഉണ്ട്, അതും കൂട്ടി തിന്നു ഞങ്ങൾ.